തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് മുൻ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ്. ഇവരുടെ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും കെ.പി. സുരേഷ് രാജ് പ്രതികരിച്ചു. സിപിഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. മുൻ മണ്ഡലം സെക്രട്ടറി പി.കെ. സുഭാഷിനെയും മുതിർന്ന നേതാവായിരുന്ന കോടിയിൽ രാമകൃഷ്ണനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് ഇവർക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നതെന്നും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നും ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ് പ്രതികരിച്ചു. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇവരെന്ത് വിവരങ്ങളാ പറയുന്നത്. തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാം, എല്ലാവർക്കും പറ്റാം. പാർട്ടിക്കകത്ത് എല്ലാവരും ഉള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം എന്ന് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂറുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണ് പാർട്ടിക്കകത്ത് ഒരു കീഴ്വഴക്കം. പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ എന്ന് തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും. അങ്ങനെ 2-3 പേരുടെ പേരിൽ നടപടി കൂടെ സ്വീകരിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. വേറെ സംഭവം അതിലുണ്ടായിട്ടില്ല. അതിലൊന്നും പാർട്ടിക്ക് ഒരു വേവലാതിയില്ല. ജില്ലയിലെ ഏക സിപിഐ എംഎൽഎ കൂടിയായ പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുസിൻ മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും കെ.പി. സുരേഷ് രാജ് വ്യക്തമാക്കി. അടുത്ത തവണ പട്ടാമ്പി മണ്ഡലത്തിൽ പേയ്മെന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന ആരോപണത്തിനും ജില്ലാ സെക്രട്ടറി മറുപടി നൽകി. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിനാണ് പട്ടാമ്പിയിലെ മുൻ മണ്ഡലം സെക്രട്ടറിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെന്നും കെ.പി. സുരേഷ് രാജ് പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.